മാഡം ടൈം പ്ലീസ്. 8:10. തന്നോട് ആരാ ചോദിച്ചത്? ഒട്ട വാച്ചും കൊണ്ട് നടക്കുന്നു. 8:10. താനൊന്ന് പോടോ. മാഡം സമയം തേ. 8:10. താങ്ക് യു. താനെന്തിനാ എന്റെ പിറകെ നടക്കുന്നത്? വായി നോക്കി. അവനങ്ങ് പോയോ? ആഹാ, ആരാണ് ആ ചമ്മാടി? ആരായി? അവനങ്ങ് വിട്ടാ പറ്റോ? നോക്കൂ ഗൗരി, അവനൊന്ന് കാണിച്ചെന്നാ മതി. ബാക്കി കാര്യം ഞാനേ. അവൻ ആരെന്ന് ഞാനെങ്ങനെ അറിയും? വലിയ തടിയനാ, കണ്ണട വെച്ചിട്ടുണ്ട്, വെളുത്ത നിറം. ഇതാണ് അടയാളം. നമ്മുടെ നാട്ടിലെ ഈ അടയാളമുള്ള ഒരു 1000 പേര് കാണും. പിന്നെ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? എങ്ങനെ കണ്ടുപിടിക്കുന്നോ? കണ്ടുപിടിക്കുമ്പോ കണ്ടോ? എന്തായാലും അയാൾ എന്നെ ഫോളോ ചെയ്ത് ശല്യപ്പെടുത്തിയത് തെറ്റ് തന്നെ. അതിവിടെ വന്ന് പറഞ്ഞാ ഇത്രയും സീരിയസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല. ഗൗരി, നീ എന്റെ മകളാണ്. നിനക്കുണ്ടാവുന്ന വിഷമങ്ങൾ എന്റെയും കൂടിയാണ്. അതെ, അത് എന്റെയും വിഷമായി മാറും. പിന്നെ ഞാനിതിൽ ഇടപെടേണ്ടി വരും. എന്റെ സ്വഭാവം അനുസരിച്ച് ഇവന്റെ കയ്യോ കാലോ ഓടിച്ചെന്നിരിക്കും. എടാ വേലായുധാ, നീയൊന്ന് ചുമ്മാ ഇരിടാ, വീമ്പിളക്കാതെ. കുറ്റാന്വേഷണമൊക്കെ ഇനി പിന്നെ ആവാം. അച്ഛൻ വരേണ്ട സമയമായി. ഞാൻ ഇറങ്ങിയിട്ട് വരട്ടെ വല്യമ്മേ. ശരി. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് കണ്ണു കണ്ടൂടെ? കാണാം, അതുകൊണ്ടാണല്ലോ പിന്നാലെ കൂടിയത്. നിങ്ങൾ എന്താ പറഞ്ഞത്? ഏയ് ഒന്നുമില്ല. കുട്ടി ഒരു കൊച്ചു സുന്ദരിയല്ലേ, ഒന്ന് പിന്നാലെ കൂടിയാൽ അഡ്രസ് ഒന്ന് മനസ്സിലാക്കാമല്ലോ എന്ന് കരുതിയ. ഒന്ന് മര്യാദയ്ക്ക് വഴി നടക്കാൻ പോലും സമ്മതിക്കില്ല അല്ലേ മിസ്റ്റർ? അത് ഞാൻ പിന്നെ പോലീസിനെ വിളിച്ചാലേ ഇത് ശരിയാവും. അയ്യോ, അത് വേണോ? വേണം. പോലീസ്, പോലീസ്, പോലീസ്. പ്രശ്നമാവോ ദൈവമേ? പട്ടിന്റെ വീടല്ലേ അത്? അറിയോ, സംഗതി പറ്റിച്ചു. കിളി നമ്മുടെ കൂട്ടി തന്നെ. പക്ഷേ കിളി കയറി കൊത്താതെ നോക്കണം. കൊത്താതെ നോക്കുന്ന കാര്യം ഞാൻ ഏറ്റളിയാ. വല്യമ്മയുമായി അവൾ അടുപ്പത്തിലായത് നമ്മുടെ ഭാഗ്യം. സംഗതിയൊക്കെ ശരിയാ, പക്ഷേ രമേശൻ അവളെ കണ്ടാലുണ്ടല്ലോ, നിന്റെ കാര്യം പോക്ക. അവൻ അതിന് ബോധമുണ്ടായിട്ട് വേണ്ടേ? സദാസമയവും വെള്ളടിയല്ലേ? വാ, വെള്ളവടിയൊക്കെ ശരി തന്നെ. പക്ഷേ രമേശൻ അവളെ കാണാനിട വന്നാലുണ്ടല്ലോ, നിനക്ക് കൂടെ കൂടെ ഈ വട്ടളവുന്ന കാര്യം അവൻ കിളി പോലെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. നിന്റെ ഗതി അതോ ഗതി. ആഹാ, അതിനു മുമ്പ് അവന്റെ വെള്ളോടിയെ പറ്റി ഞാൻ അവളോട് പറഞ്ഞു കൊടുക്കും. നീ നോക്കിക്കോ. ദൈവമേ, നീ തന്നെ ഇവനെ രക്ഷിക്കണേ. ഞാനൊന്ന് ശ്രമിച്ചു നോക്കിയാലോ? ഈ മോന്തം വെച്ചല്ലേ? അതെ. എടാ കഴിവേറി, അതിനൊക്കെ ഒരു ഭാഗ്യം വേണം. നീ വാ. ഭാഗ്യം എനിക്കില്ല അല്ലേ? ഇല്ല, വാടേ. ഗുഡ് മോർണിംഗ് സർ. എന്താ? ഞാൻ കോഴിശ്ശേരിന്ന് വരികയാണ് സാർ. അവിടുത്തെ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ക്ലബിന്റെ 12ാമത്തെ വാർഷികമാണ് സാർ. സാറ് ഉദാരമായിട്ട് എന്തെങ്കിലും സംഭാവന ചെയ്ത്. അല്ല, ഗംഭീര പരിപാടികളാണ് സാർ. വെടിക്കെട്ട്, കമ്പം, ദീപാലങ്കാരം, പിന്നെ ആന എഴുന്നള്ളിപ്പ്, പൂർവാധികം ഭംഗിയായിട്ട് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. എന്നിട്ടാണോ താൻ ഒറ്റയ്ക്ക് റെസീറ്റ് എഴുതി തിരിച്ചേ? അത് പിന്നെ ഞങ്ങളുടെ ക്ലബിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഓരോരുത്തര് ഓരോരോ സ്ഥലത്ത് പോയി പിരിച്ചാൽ വ്യാപകമായി പിരിക്കാമല്ലോ എന്ന് കരുതിയാ. അത് ഞാൻ ഒരു സ്ഥലത്ത്, അവര് പല സ്ഥലത്ത്. ശരി ശരി. കലാപരിപാടികൾ എന്തൊക്കെയാണ്? പലതും ഉണ്ടെങ്കിലും അരണക്കാട് സുദേവന്റെ കഥാപ്രസംഗമാണ് സാർ മെയിൻ. ഓഹോ, അത് ശരി. ഇപ്പൊ മനസ്സിലായി. താനിവിടെ നിൽക്ക്, ഞാൻ പോയി പോലീസിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. അത് ശരി. എന്തിനാ സാർ? സത്യം പറ, നീ ആരാണ്? ഞാൻ പീപ്പിൾസ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ. പോകരുത്. എടാ, ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ഇല്ല സാർ. ഞാനാണ് നീ പറഞ്ഞ കാതികൻ അരണക്കാട് സുദേവൻ. മനസ്സിലായോ? ഞാനറിയാതെ ഇന്നൊരു കഥാപ്രസംഗം. സാർ എന്നോട് ക്ഷമിക്കണം സാർ. വേണ്ട വേണ്ട,
നിന്നെ കണ്ടപ്പോഴേ നിന്റെ ഒരു കള്ള ലക്ഷണം ഞാൻ ശ്രദ്ധിച്ചു. സാർ അത് ബൈ ബർത്ത് എനിക്കുള്ളതാ. ആക്ച്വലി ഞാൻ പാവമാണ് സാർ. കള്ള റെസീറ്റ് ഒരു പിരിവിൽ ഇറങ്ങിയിരിക്കുന്നു. ഉടനെ ഞാൻ പോലീസിനെ വിളിക്കും. സാർ ഒരു തവണത്തേക്ക് എന്നോട് ക്ഷമിക്കണം സാർ. എടാ, ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം. ശരി സാർ. അതാദ്യം പഠിക്കണം നീ, കേട്ടാ? ശരി ഇപ്പൊ ഇനി ഒരു കാര്യം കൂടി അറിയണം. ഞാൻ ഈ കാതികൻ അരണക്കാട് സുദേവനൊന്നല്ല. എടാ, കക്കാൻ പഠിച്ചാൽ നിൽക്കാനും കൂടി പഠിക്കണം. ഞാൻ നിന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതല്ലേ. ഫസ്റ്റിലേ നീ വരണ്ടു കഴിഞ്ഞു. അല്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് ഒരു പാവപ്പെട്ടതായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് നീ ഒരു 25 ഉറുപ്പിക അടിച്ച് പോലായിരുന്നു, ഇല്ലേ? പിന്നെ ഈ വേലായുധൻ തമ്പി അത്ര മാന്യനൊന്നല്ല. നിനക്കറിയോ, ഞാൻ ഇത്രയും കോടിക്കണക്കിന് സമ്പാദിച്ചിട്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഇന്ന് വരെ ഒരു നയാ പൈസ പോലും കൊടുത്തിട്ടില്ല. എല്ലാം കള്ളക്കണക്കല്ലേ. ഒരു നേക്കും ഒരു ഐഡിയ ഒക്കെ വേണം, മനസ്സിലായോ? പോയിക്കോ. അങ്ങനെ പോകാനല്ല ഞാൻ വന്നത്. പിന്നെ ഇവിടെ കൂടാൻ വന്ന അവിടെ കയറി കിടക്ക. ചേച്ചി തമ്പി, ഐ ആം ഫ്രം ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. കഴിഞ്ഞ 10 കൊല്ലമായി നിങ്ങൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് കള്ളക്കണക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. യു ഹാവ് ബീൻ സബ്മിറ്റിംഗ് ഫോൾസ് ആൻഡ് ബോഗസ് അക്കൗണ്ട്സ്. നീ പറഞ്ഞതെല്ലാം ഞാൻ ഈ ഷർട്ടിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ചെറിയ ടേപ്പ് റെക്കോർഡിൽ ടേപ്പ് ചെയ്തിട്ടുണ്ട്. യു വാണ്ട് ടു ഹിയർ ദാറ്റ്? പിന്നെ ഞാൻ നിങ്ങളുടെ വീടൊന്ന് റെയ്ഡ് ചെയ്യാൻ പോവാണ്. യു ക്യാൻ ഗെറ്റ് റെഡി ഫോർ ദ റെയ്ഡ്. നോ 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 തമ്പി, കക്കാൻ പഠിച്ചാ നിക്കാൻ പഠിക്കണം. ഇതിനൊക്കെ ഒരു ടെക്നിക്കും നാക്കും വേണം. സാർ വരണ്ടു പോയി അല്ലേ? പിന്നെ ഒരു കാര്യം, ഞാൻ ഇൻകം ടാക്സ് ഓഫീസർ ഒന്നും അല്ല. അഭ്യസ്ത വിദ്യനായ ഒരു തൊഴിൽ രഹിതനാണ് ഞാൻ. എന്റെ പേര് KR അഴകപ്പൻ BSc. താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരിയടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളെന്നോ? കള്ളപ്പിരിവിന് ഇറങ്ങിയത് തന്നെ, പക്ഷെ ദാരിദ്ര്യം കൊണ്ടാ. നീ അധികം വിളയേണ്ട മോനെ. ഇതിന് പകരം വെച്ചിട്ടില്ലെങ്കിൽ എന്റെ പേര് തമ്പി എന്നല്ല. എന്താ പറഞ്ഞേ? സാറേ, NOC തട്ടിപ്പിനിരയായ ഒരു ഹതഭാഗ്യനാ ഞാൻ. കടം വാങ്ങിയ 10,000 രൂപ തിരിച്ചു കൊടുക്കാനുള്ള ബദ്ധപ്പാടിലാണ് ഞാൻ. അതിനു വേണ്ടിയാണ് ഈ വേഷം കെട്ടും നോട്ടീസും ഒക്കെ. അത്രേ ഉള്ളൂ. നിനക്ക് 10,000 ഉറുപ്പിക ഞാൻ തരാം. അതെ, ഇത്രയും സമർത്ഥനായ എന്നെ വിട്ടിച്ച ഒരു കൊച്ചു മിടുക്കൻ തന്നെ. പക്ഷെ എപ്പോഴല്ല, അടുത്ത ആഴ്ച നമുക്ക് ഇതിലൊരു ലേഖം ഞാൻ പകുതിയാക്കി വെച്ചിരിക്കണം. വായിച്ചിട്ട് തരാം കേട്ടാ. അങ്ങനെ വായിക്കണ്ട. അതിങ്ങ് താടാ. നിനക്കിപ്പോ എന്താ വേണ്ടത്? എനിക്ക് ആ ബുക്ക് വേണം. അത് ചോദിച്ചാ പോരെ? എടുക്ക, നീ ഒരു കാര്യം ചെയ്യും, അതെടുത്ത് വായിക്കും. പിന്നെ പുതിയ ഒരെണ്ണം വന്നിട്ടുണ്ട്. ഇതാ. അയ്യോ, എന്താ ഇതെന്താ? അയ്യോ, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? നിങ്ങൾ കുട്ടികളെ പോലെ ശബ്ദം ഉണ്ടാക്കി കളിക്കണേ. അയ്യോ, അതല്ല, ഇതാരെവിടെ കൊണ്ടുവന്ന് വെച്ചത്? അയ്യോ, ഇത് അടുത്ത വീട്ടിലെ കുട്ടിയുടെ കളിക്കുന്ന ഇത് സാധനം. അങ്ങോട്ട് കൊണ്ട് കൊടുക്ക്. അയ്യോ, പിന്നെ അടിക്കും. അയ്യോ, പറ്റിയ അയ്യോ, അതൊന്നുമല്ല. അതെ, 6 മാസം മുമ്പ് ഇവന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അതിനുശേഷം ഇതുപോലുള്ള ഹോണടി കേട്ടാ ഇവന് വട്ടളകും. അയ്യോ, എന്നിട്ട് എന്താണ് നീ ഇത്ര കാലം പറയാതിരുന്നേ? അത് പറഞ്ഞ ഇവൻ എന്നെ എഴുതി കയറി പിടിക്കും. അയ്യോ, എന്റെ മോനെ. എന്നാൽ ഉടനെ ഒരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. വേഗം കൊണ്ട് കാണിക്കണം. അയ്യോ, മോനെ. ഇതിപ്പോ ഞങ്ങളായിട്ടല്ലേ, വേറെ വല്ലവരാണെങ്കിലോ? അതെ അയ്യോ, സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം.